Thank you, Achan, for the nice words of welcome. Good evening to you all. ഇവിടെ ഗുഡ് മോർണിംഗ് ആണ്, നിങ്ങൾക്ക് ഗുഡ് ഈവനിങ് ആണ്. അതുകൊണ്ട് ഞാൻ ഗുഡ് ഈവനിങ് പറഞ്ഞത്. May I take this opportunity to thank Reverend Samke Isho Achan, Jeevan John Achan, and Umen Samuel Achan, all the committee members and parishioners for inviting me to lead few sessions on family enrichment program. As Achan has told you just now, this program has been divided into 3 sections. One for the young couples, another one for the middle-aged couples, and third one for the senior couples. ഇന്ന് നമ്മൾ ഈ മിഡിൽ ഏജ്ഡ് കപ്പിളിനുള്ള ക്ലാസ് ആണ് എടുക്കുന്നത്. മിഡിൽ ഏജ്ഡ് എന്ന് പറയുമ്പോൾ 40 to 65 വരെ അത് പോകാം. അവരെയാണ് ഈ മിഡിൽ ഏജ്ഡ് എന്ന് പറയുന്നത്. അതിൽ വന്ന് സംബന്ധിക്കുന്ന നിങ്ങളോട് എല്ലാവരോടുള്ള എൻ്റെ നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു. ഈ മിഡിൽ ഏജ്ഡ് കപ്പിൾ എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക ഗ്രൂപ്പാണ്, ഒരു ട്രാൻസിഷൻ പീരീഡാണ്. എറിക്സൺ എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞൻ ഈ മിഡിൽ ഏജിന്റെ സ്വഭാവം എടുത്തു പറയുന്നത് ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ എന്നാണ്. ജനറേറ്റിവിറ്റി എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം സെൻസ് ഓഫ് പർപ്പസ്, contributing to the future generation or reaping fruit. എന്നാൽ സ്റ്റാഗ്നേഷൻ എന്ന് പറഞ്ഞാല് നത്തിങ് മോർ ടു അക്കംപ്ലിഷ് എന്നുള്ള ഒരു ഫീലിംഗ്. നത്തിങ് മോർ ടു അക്കംപ്ലിഷ്, നമ്മുടെ പർപ്പസ് എല്ലാം തീർന്നു. ഇതിനെക്കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന സ്റ്റാഗ്നേഷൻ, അതിനെക്കുറിച്ചാണ് കൂടുതലായിട്ട് ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഇത് കഴിഞ്ഞിട്ട്, ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സംശയങ്ങൾ, ഈ ക്ലാസ്സിനോടനുബന്ധിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്ന് വരികിൽ അത് ചോദിക്കാനായിട്ട് കുറച്ച് സമയം തരുന്നതാണ്. ആ സമയത്ത് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം. നിങ്ങളുടെ സംശയങ്ങൾ, ഇതുമായിട്ടുള്ള ബന്ധത്തിലുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഈ ആദാമിനെ സൃഷ്ടിച്ചു കഴിഞ്ഞ് ദൈവത്തിന്റെ സൃഷ്ടിപ്പായ എല്ലാ മൃഗങ്ങളെയും പക്ഷിമൃഗാദികളെയെല്ലാം ആദാമിന്റെ മുൻപിലൂടെ കടത്തിവിട്ടു. അവൻ അവയ്ക്കൊക്കെ പേര് കൊടുത്തു എന്നാ പറയുന്നത്. അതിന്റെ അവസാനം ഒരു വാക്ക് പറയുന്നുണ്ട്, എങ്കിലും അവന് തക്ക ഒരു തുണയെ ഇതിലെങ്ങും കണ്ടെത്തിയില്ല. അത് വായിക്കുമ്പോൾ നമുക്ക് തോന്നും, ഈ മൃഗങ്ങളെയൊക്കെ കടത്തിവിട്ടത്, യാനെയും പശുവിനെയൊക്കെ കടത്തിവിട്ടത്, അതിൽ നിന്ന് ഏതിനെങ്കിലും ഒന്നിനെ ഒരു തുണയായിട്ട് ആദാം എടുക്കുന്നെങ്കിൽ എടുത്തോട്ടെ എന്നുള്ള ചിന്തയിലായിരിക്കാം എന്ന് നമുക്ക് തോന്നാം. അങ്ങനെയല്ല. അതിനെല്ലാം കടത്തിവിട്ട് കഴിഞ്ഞ് പറയുകയാണ്, എങ്കിലും അവന് തക്കൊരു തുണയെ അതിന് കണ്ടെത്തിയില്ല എന്ന് പറഞ്ഞാൽ ആദാമിനൊരു ബോധ്യം കൊടുക്കുകയാണ്, ഇതിലൊന്നുമല്ല നിന്റെ തുണ, ഈ കാണുന്നതിലൊന്നും, മറ്റെന്റെ സൃഷ്ടിപ്പുകളിലൊന്നും അല്ല നിന്റെ തുണ. അതിനെക്കുറിച്ചൊരു ബോധ്യം ആദാമിന് കൊടുക്കുക. പിന്നെ എവിടെയാ? നിന്റെ തുണ നിന്നിൽ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് ഒന്നായിരുന്ന ആദാമിനെ രണ്ടാക്കിയിട്ട് പറയാണ്, ഇനി നിങ്ങൾ ഒന്നായിരുന്നതിനെ രണ്ടാക്കി വെച്ച് പറയാ, ഇനി നിങ്ങൾ ഒന്നാണ്. വലിയൊരു വൈരുദ്ധ്യം പോലെ നമുക്ക് തോന്നാം.
ഈ രണ്ടാക്കിയിട്ട് ഇനിയും നിങ്ങൾ ഒന്നാണെന്ന് പറയുമ്പോഴാണ് അവിടെ റിലേഷൻഷിപ്പ്, കമ്പാനിയൻഷിപ്പിലൂടെയുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നത്. അപ്പൊ ഫാമിലി ഒരു കമ്പാനിയൻഷിപ്പിലൂടെ ഒരു റിലേഷൻഷിപ്പിലേക്ക് പ്രവേശിക്കുന്ന അവസ്ഥയാണ് എന്നുള്ളതാണ് ആദാമിനെ ബോധ്യപ്പെടുത്തി കൊടുത്തത്. ആദാമിന്റെ ഹൗവയുടെയും കല്യാണം ഞാൻ മനസ്സിലാക്കുന്നത് ദൈവമാണ് നടത്തിയെന്നുള്ളതാണ്. ദൈവം കല്യാണം കഴിപ്പിച്ചവരുടെ വീട്ടിൽ വല്ല പ്രശ്നങ്ങളും ഉണ്ടാകും. അച്ഛന്മാര് കല്യാണം കഴിപ്പിച്ചാൽ തീർച്ചയാ അവിടെ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ദൈവം കല്യാണം കഴിപ്പിച്ചാൽ അവിടെ പ്രശ്നം ഉണ്ടാകും. എന്നാൽ ആദാമിന്റെ ഹവ്വയുടെ വീട്ടിലൊക്കെ ചില പ്രശ്നം ഉണ്ടായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതെന്താ? അവര് പോയി ഹവ്വ പോയൊരു പഴം തിന്നു. ഈ പഴം തിന്നുന്നത് അത്ര വലിയ പ്രശ്നമൊന്നുമല്ല. ഈ പഴം തിന്നു കഴിഞ്ഞ് ദൈവം വന്ന് ആദാമിനോട് ചോദിച്ചു, നീ ആ പഴം തിന്നോ? അപ്പൊ ആദാം പറയുന്നത് എന്താ? നീ എനിക്ക് തുണയായിട്ട് തന്നവള് പറിച്ചു തന്നു, ഞാൻ അങ്ങ് തിന്നു. അപ്പൊ ആദാം പഴം തിന്നാനുള്ള കാരണം ആരാ? ഒന്നാം പ്രതി ദൈവം, രണ്ടാം പ്രതി ഹവ്വ. ഈ ആണുങ്ങൾ പാവങ്ങളാ. അവരൊക്കെ ഇവിടെ പഴം കിട്ടിയാലും അങ്ങ് തിന്നുന്നവരാ. നീ എനിക്ക് തുണയായിട്ട് തന്നവൻ പറിച്ചു തന്നു, ഞാൻ അങ്ങ് തിന്നു. ആദാം അപ്പൊ പഴം തിന്നിന് ഉത്തരവാദിയല്ലെന്നാ പറയുന്നത്. ഹവ്വയോട് ചോദിച്ചു, നീ തിന്നോ? ഹവ്വ പറഞ്ഞു, പാമ്പ് പറിച്ചു തന്നു, ഞാൻ അങ്ങ് തിന്നു. അപ്പൊ ഇവർ പഴം തിന്നതിന് ഇവരാരെങ്കിലും ഉത്തരവാദികളാണോ? ഈ ആദമിന്റെയും ഹവ്വയുടെയും വീട്ടില് എനിക്ക് തോന്നുന്നത് ഒരു സ്റ്റാഗ്നേഷൻ ഉണ്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് അങ്ങോട്ട് അവരെ സൃഷ്ടിച്ചു കഴിഞ്ഞ് ഉടനെ പോയി അവർ പഴം തിന്നു എന്നുള്ള അർത്ഥത്തിലൊന്നും അല്ല അവിടെ പറയുന്നത്. അനേക വർഷങ്ങൾ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാ. അപ്പൊ അവിടെ ഒരു സ്റ്റാഗ്നേഷൻ ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഹവ്വ ഒന്ന് വെളിയിലോട്ട് ഇറങ്ങിയത്. അപ്പൊ ആ സ്റ്റാഗ്നേഷന്റെ മീനിങ് ഞാൻ വിശദീകരിക്കുമ്പോൾ അത് നിങ്ങൾക്ക് വ്യക്തമാകും. ഒരു എക്സ്പ്ലോറേഷന് വേണ്ടി ഹവ്വ വെളിയിൽ ഇറങ്ങിയതാ, വീട്ടിലെ സ്റ്റാഗ്നേഷൻ ഒന്ന് മാറാനായിട്ട്. അപ്പോഴായി പഴം കണ്ടത് പറിച്ചു തിന്നത്. ഈ ദൈവത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു ആദാമും ഹവ്വ ഈ പഴം തിന്ന. അറിഞ്ഞോണ്ട് വന്ന് ദൈവം ചോദിക്കുക, നീ തിന്നോ? ദൈവത്തിന് ഇത് അറിയാമായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ ദൈവം ചോദിക്കുന്നത്, നീ തിന്നോന്ന്? ഇത് ചോദിക്കുന്നതിന്റെ ഉദ്ദേശം എന്നാന്ന് വെച്ചാൽ, നീ തിന്നതിന്റെ ഉത്തരവാദിത്വം നീ അഡ്മിറ്റ് ചെയ്യുന്നുണ്ടോ, ഏറ്റെടുക്കുന്നുണ്ടോ എന്നറിയാൻ. Are you willing to honor the responsibility of your mistakes? നിന്റെ തെറ്റിന്റെ ഉത്തരവാദിത്വം നീ ഏറ്റെടുക്കുന്നുണ്ടോ? നീ ഇത് തിന്നു എന്ന് ചോദിച്ചപ്പോ ആദം പറയായിരുന്നു വെക്കുക, എന്റെ ദൈവമേ, ഒരു ബലഹീന നിമിഷത്തിൽ ഞാൻ അങ്ങ് തിന്നുപോയി എന്ന് പറഞ്ഞതായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് ദൈവം പറഞ്ഞേനേയും കൂട്ടുമോനെ സാരമില്ല, ഇനി തിന്നാൻ നോക്കണമെന്നേ പറയത്തുള്ളൂ. എന്നാല് ആ തിന്നതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല. അത് ഏറ്റെടുക്കാതെ കണ്ട് പരസ്പരം പഴിച്ചാരിയ. സകല കുടുംബ പ്രശ്നത്തിന്റെ അടിസ്ഥാനം ഇതാണ്. We are not willing to honor the responsibility of our mistakes. പ്രശ്നത്തിന്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥ. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഒരു പക്ഷേ ആ ഭവനത്തിലുണ്ടായ സ്റ്റാഗ്നേഷന്റെ ഫലമായിട്ടായിരിക്കാം. ഞാനങ്ങ് അനുമാനിക്കുക, അങ്ങനെയൊന്നും വേദോത്സവത്തിൽ എഴുതിയിട്ടില്ല കേട്ടോ. ആ ഹവ്വ ഒന്ന് ഇറങ്ങിപ്പോയിട്ട് ഒരു എക്സ്പ്ലോറേഷനൊക്കെ നടത്തുകയാണ്. ഈ സ്റ്റാഗ്നേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു. അതായത് നത്തിങ് മോർ ടു അക്കംപ്ലിഷ്. ഈ കല്യാണം കഴിയുമ്പോൾ ആ ഒരു പീരീഡ് ഒരു എക്സൈറ്റ്മെന്റ് പീരീഡ് എന്നാ പറയുന്നത്. നമ്മൾ ഹണിമൂണിങ് പീരീഡ് എന്നൊക്കെ പറയും, ഒരു എക്സൈറ്റ്മെന്റ് പീരീഡ്. അത് കഴിയുമ്പോൾ ഒരു പീരീഡ് ഉണ്ട്, അതാണ് പാരന്റിങ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ എക്സൈറ്റ്മെന്റ് പീരീഡ് കഴിയുമ്പോൾ
പാരന്റിങ് പീരീഡ് വരും. അപ്പൊ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തുന്നതില് എല്ലാവരും അതിനകത്ത് ശ്രദ്ധിക്കും. ഒരു പാരന്റിങ് ആണ് അവിടെ ഏറ്റവും പ്രധാനം. ആ പാരന്റിങ് പീരീഡ് അങ്ങോട്ട് കഴിയും. അതായത് കുഞ്ഞുങ്ങളൊക്കെ പഠനമൊക്കെ പൂർത്തീകരിച്ചു, അല്ലെങ്കിൽ പഠിക്കാനായിട്ട് മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ പോയി, വീട്ടിൽ നിന്ന് അവർ പോയി, ചിലർ കുഞ്ഞുങ്ങൾ വിവാഹം കഴിക്കുന്നു, ചിലർ ജോലിയിൽ അകപ്പെടുന്നു. അപ്പൊ ഒരു പാരന്റിങ്ങിന്റെ ആ ഒരു പർപ്പസ് അവിടെ തീർന്നു. അത് കഴിയുമ്പോഴുള്ള ഒരു അവസ്ഥയാണ് മിഡിൽ ഏജ്ഡ് മിഡ് ലൈഫ് ക്രൈസിസ് എന്നൊക്കെ നിങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടോ? എന്ന് പറയുന്ന പോലുള്ള ഒരു ക്രൈസിസ് പീരീഡ് ആണ് ഇത്. മിഡിൽ ഏജ്ഡ് എന്ന് പറയും. ഇതുവരെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ അതെല്ലാം കഴിഞ്ഞു. ഇനി എന്നാ? അപ്പൊ ഇനി എന്തുവാ? പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ടില്ല. അങ്ങനെ വരുമ്പോൾ ആ ഒരു മിഡ് ലൈഫ് എന്ന് പറയുന്നത് ഒരു റൊട്ടീൻ ലൈഫായിട്ട് പിന്നെ അങ്ങ് മാറും. റൊട്ടീൻ ലൈഫായിട്ട് ഇതങ്ങ് മാറി കഴിയുമ്പോൾ കുറെ കഴിയുമ്പോൾ അങ്ങ് തന്നെ പിന്നെ ഒരു ആവർത്തനമാകും. രാവിലെ എണീക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, ഓഫീസിൽ പോകുന്നു, തിരിച്ചു വരുന്നു, വൈകിട്ടത്തെ കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു. ഒരു തനി ആവർത്തനം പോലെയാണ്, ഒരു റിച്വൽ പോലെയാണ് പിന്നീട് ഇത് വരുന്നത്. കാരണം ഒരു എക്സൈറ്റ്മെന്റ് അതിനകത്ത് പിന്നെ കിട്ടത്തില്ല. ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ കിട്ടാതെ വരുമ്പോ ഒരു ബോറിംഗ് ഒക്കെ ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. തന്നെ പിന്നെ ഒരേ കാര്യങ്ങൾ തന്നെ ഇങ്ങനെ ആവർത്തിക്കുന്നു. പ്രത്യേകിച്ച് ഒരു പേർപ്പസ് ഒന്നുമില്ല. നത്തിങ് മോർ ടു അക്കംപ്ലിഷ്. അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു അങ്ങ് പോകുന്നു. അതാണ് ഈ സ്റ്റാഗ്നേഷൻ എന്ന് പറയുന്നത്. ഒരു വലിയ ബോർഡമാണ്, അവിടെ ഒരു വലിയ ബോറിംഗ് ആണ് നമ്മൾ അനുഭവിക്കുന്നത്. ഒരു എക്സൈറ്റ്മെന്റ്, ഒരു ഫാമിലി ലൈഫില് ഒരു എക്സൈറ്റ്മെന്റ് അവിടെ പിന്നെ കാണാനായിട്ട് പലയിടത്തും സാധിക്കുന്നില്ല. എല്ലായിടത്തും കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞ അങ്ങനെ എക്സൈറ്റ്മെന്റ് കണ്ടെത്തുന്നത് ജനറേറ്റിവിറ്റി എന്ന് പറയും. അങ്ങനെ ഒരു നല്ല വിഭാഗമുണ്ട്. എന്നാൽ മറ്റൊരു വിഭാഗമാണ് ഈ സ്റ്റാഗ്നേഷൻ ഉള്ളത്. ആ സ്റ്റാഗ്നേഷനെ കുറിച്ചാണ് ഞാൻ കൂടുതലായിട്ട് പറയുന്നത്. ആ ഒരു അവസ്ഥയിൽ പലപ്പോഴും പുറകിലോട്ട് തിരിഞ്ഞു നോക്കും. ചെറുപ്പമായിരുന്നപ്പോൾ, യൗവനമായിരുന്നപ്പോൾ, ആദ്യം പെണ്ണ് കെട്ടി കഴിഞ്ഞപ്പോൾ, അന്നേരത്തെ അവസ്ഥകളൊക്കെ ഇങ്ങനെ ആയിവർക്കിക്കൊണ്ടൊക്കെ ഇരിക്കും. ശരീരത്തിലോട്ട് നോക്കുമ്പോൾ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുന്നു. അപ്പൊ അതൊക്കെ ഇങ്ങനെ ആയിവർക്കിക്കൊണ്ടേയിരിക്കും. പലതൊക്കെ നഷ്ടപ്പെട്ടു പോയല്ലോ എന്നൊരു തോന്നലൊക്കെ ഉണ്ടാകും. ഒരു എംപ്റ്റി നെസ്റ്റ് ഫീലിങ്ങും അതിന്റെ ഒരു ആരംഭം ഇവിടെ കുറിക്കും. എംപ്റ്റി നെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ കിളി കൂടുമൊക്കെ വെച്ച് കുഞ്ഞുങ്ങളെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ പറന്നു പോയി കഴിയുമ്പോൾ ഈ തന്തയും തള്ളയും കിളിയുണ്ടല്ലോ, ആ കൂടിന്റെ അടുക്ക് വന്ന് ചുമ്മാ ആ കൂടയിലോട്ട് കുറച്ചു നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ആ കൂടയിലോട്ട് ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കും. ആ കൂടിനകത്തൊന്നുമില്ല. അതിനകത്ത് അവര് ജനിപ്പിച്ച കുഞ്ഞുങ്ങളൊക്കെ പറന്നുപോയി. ഒരു എംപ്റ്റി നെസ്റ്റ് ഫീലിംഗ്. നമ്മുടെ വീട്ടിലേക്കൊക്കെ നോക്കുമ്പോൾ ചിലപ്പോഴ് ഇങ്ങനെ ഒരു എംപ്റ്റി നെസ്റ്റ് ഫീലിംഗ് പല ആളുകൾക്കും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട്. ആ ഒരു ഫീലിംഗ് വരുമ്പോൾ ചെറിയ ഡിസപ്പോയിന്റ്മെന്റ്സ് പലർക്കും ഉണ്ടാകാം. എന്താ ഇനി എന്താ? ഓ, ഇനി ഇങ്ങനെയൊക്കെ അങ്ങ് തള്ളി നീക്കിയാ മതി, ഇങ്ങനെയൊക്കെ അങ്ങ് തള്ളി നീക്കിയാ മതി എന്നുള്ളൊരു ചിന്ത പലരുടെയും മനസ്സിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ ഫാമിലി ലൈഫില്, പ്രത്യേകിച്ച് ഭാര്യ ഭർത്തൃ ബന്ധത്തില് ഒരു വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും ചിലർക്ക് കണ്ടെത്താനായിട്ട് സാധിക്കത്തില്ല. ഈ എക്സൈറ്റ്മെന്റ് കണ്ടെത്താൻ സാധിക്കാതെ വരുമ്പോൾ മനസ്സിൽ ഒരു ചെറിയ ഡിസ്റ്റൻസിങ് ഉണ്ടാകും. പരസ്പര ബന്ധത്തിൽ ഒരു ഡിസ്റ്റൻസിങ്. ഡിസ്റ്റൻസിങ് എന്ന് പറഞ്ഞാൽ ഡിവോഴ്സ് എന്നുള്ള അർത്ഥമല്ല, ഡിവോഴ്സിലേക്ക് പോകുമെന്നുള്ള അർത്ഥമല്ല. ഒരു ഇമോഷണൽ ഡിസ്റ്റൻസിങ്, ഒരു അടുപ്പമില്ലായ്മ, ഇതൊക്കെ ഉണ്ടാകാനുള്ള പോസിബിലിറ്റീസ് ആർ ദേർ. അപ്പൊ അങ്ങനെ അകൽച്ച ഉണ്ടാകുമ്പോൾ ഈ മിഡിൽ ഏജ് ഫാമിലിയിൽ പലയിടത്തും ഉണ്ടാകാവുന്ന ഒരവസ്ഥയാണ് ചില ആളുകള്
എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലേക്ക് പോകുവാനുള്ള സാധ്യതകൾ ഈ മിഡിൽ ഏജിൽ കൂടുതലായിട്ടുണ്ട്. സ്വന്തം ഭവനത്തിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ എക്സൈറ്റ്മെന്റ് കണ്ടെത്താൻ സാധിക്കാത്ത ഒരവസ്ഥയിൽ ഔട്ട്സൈഡ് ദ ഫാമിലിയിൽ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലേക്ക് പോകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. എല്ലാവരും പോകുമെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ ഈ പറയുന്നത്, എന്നാൽ അങ്ങനെ പോയിട്ടുള്ള പല ആളുകളും ഉണ്ട്. അങ്ങനെ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിൽ പോയി കഴിഞ്ഞ് അവിടെയും ഒരു എക്സൈറ്റ്മെന്റ് കണ്ടെത്താൻ സാധിക്കാതെ വരുമ്പോൾ അവർ തിരിച്ചു വീണ്ടും ഭവനത്തിലേക്ക് വരും. ഭവനത്തിൽ നിന്ന് ഇവർ പോയിട്ടില്ല, ഞാൻ പറഞ്ഞത് മാനസികമായിട്ട് തിരിച്ചു വീണ്ടും ഭവനത്തിലേക്ക് വരും. അപ്പൊ അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലായ്മ, ഇൻട്രസ്റ്റ് ഇല്ലായ്മ, മാനസികമായിട്ടുള്ള ഒരു അകൽച്ച, പലരും ഈ ഒരു പ്രായത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, where did we go wrong? എന്താ തകരാറ് നമുക്ക് പറ്റിയത്, എന്നാ തകരാറ് എന്ന് സ്വയം മനസ്സിൽ ചോദിക്കും. പരസ്പരം ഒന്നും ചോദിക്കത്തില്ല, സ്വയം മനസ്സിൽ ചോദിക്കും. അങ്ങനെ പലരും ചോദിക്കാനുള്ള സാധ്യതകളുണ്ട്. ഈ ഒരു പ്രായത്തിലാണ് പല ആളുകള് ഈ പള്ളിയുമായിട്ടുള്ള ബന്ധത്തിലേക്ക് കൂടുതലായിട്ട് അടുക്കുന്നത്. ഇടവകയുടെ സെക്രട്ടറി, ട്രഷറർ, കമ്മിറ്റി അംഗം, അല്ലെങ്കിൽ ഒരു അംഗമാകണം, അല്ലെങ്കിൽ ഒരു അസംബ്ലി മെമ്പറെങ്കിലും ആകണം. ഇങ്ങനെയുള്ള ആഗ്രഹത്തിൽ പള്ളിയിലോട്ടുള്ള ഇൻവോൾവ്മെന്റ് പലർക്കും കൂടും. ഇതൊരു സ്പിരിച്വാലിറ്റിയുടെ അടയാളമൊന്നും അല്ല, ആത്മീയതയുടെ അടയാളമായിട്ടൊന്നും അല്ല ഈ പള്ളിയിലെ ഇൻവോൾവ്മെന്റിൽ വരുന്നത്. ആ ഒരു ഡിസെൻഗേജ്മെന്റ് ഉണ്ടല്ലോ, അതിൽ നിന്നൊരു ഡൈവേർഷനാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ ഈ പള്ളിയിലെ ഒരു സ്ഥാനത്തേക്കൊക്കെ വരുമ്പോൾ, അല്ലെ മണ്ഡലാംഗമാകുമ്പോൾ, അല്ലെ അസംബ്ലി മെമ്പർ ആകുമ്പോൾ, അല്ലെ കമ്മിറ്റി മെമ്പർ ആകുമ്പോൾ അതിനകത്തൂടെ ഒരു എക്സൈറ്റ്മെന്റ്, ഒരു സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താനായിട്ടൊക്കെയുള്ള സാധ്യതകൾ പലരും ഉണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള ഇൻവോൾവ്മെന്റ് പള്ളി മാത്രമല്ല, ചിലർ ഇപ്പൊ മലയാളി സമാജം അതിനകത്ത് അങ്ങോട്ട് ഇൻവോൾവ് ആകാനായിട്ട് ശ്രമിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ ഫംഗ്ഷനിങ്ങിൽ അല്ലെങ്കിൽ അതുപോലുള്ള ഗ്രൂപ്പുകളൊക്കെ ഇൻവോൾവ് ആകാൻ ശ്രമിക്കും. ഇതെല്ലാം ഈ ഒരു മിഡ് ലൈഫിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, ഈ മിഡ് ലൈഫിൽ ഒന്നിൽ ജനറേറ്റിവിറ്റി അല്ലെങ്കിൽ സ്റ്റാഗ്നേഷൻ. ജനറേറ്റിവിറ്റി ഉള്ളവര് ആ എക്സൈറ്റ്മെന്റ് നഷ്ടപ്പെടാതെ കണ്ട് മിഡ് ലൈഫിലും ആ ഒരു ഫാമിലി എക്സൈറ്റ്മെന്റിൽ അവർക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. ആ ഒരു ലൈഫിലൂടെ ഒരു പേർപ്പസ് കണ്ടെത്താൻ അവർക്ക് സാധിക്കും. എന്നാൽ പല ആളുകൾക്കും ഈ ഒരു പീരീഡ് ബോറടിക്കുന്ന ഒരു പീരീഡാണ്, എക്സൈറ്റ്മെന്റ് നഷ്ടപ്പെടുന്ന ഒരു പീരീഡാണ്, ഒരു പേർപ്പസ് ഇല്ല എന്നൊരു തോന്നൽ വരുന്ന പീരീഡാണ്. തനി ആവർത്തനം തന്നെ പിന്നെയും തന്നെ റിച്വലായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പീരീഡാണ്. ഈ ഒരു പീരീഡിലാണ് പരസ്പരം മാനസികമായിട്ട് ഡിസ്റ്റൻസിങ് ഉണ്ടാകുന്നതെന്ന് ഞാൻ പറഞ്ഞു. ആ ഡിസ്റ്റൻസിങ് പലപ്പോഴും എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലേക്ക് നയിക്കാം. ഈ ഡിസ്റ്റൻസിങ് പലപ്പോഴും മറ്റു ഗ്രൂപ്പുകളിലുള്ള ഇൻവോൾവ്മെന്റിലേക്ക് നയിക്കാം. ഇതൊക്കെ ഈ മിഡ് ലൈഫിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതയാണ്. ഇതൊരു ട്രാൻസിഷൻ പീരീഡാണ്. ഈ മിഡ് ലൈഫ് കഴിയുമ്പോൾ അത് വീണ്ടും മാറാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥയിലൂടെ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊരു അവബോധം ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ കാര്യം നിങ്ങളോട് ഇപ്പോഴ് പറഞ്ഞത്. ഇങ്ങനെയുള്ള ഒരു മിഡ് ലൈഫ് ക്രൈസിസ് അല്ലെങ്കിൽ ഒരു സ്റ്റാഗ്നേഷൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്കൊന്ന് മാറണ്ടേ? അതിൽ നിന്നൊന്ന് മാറുവാനായിട്ടുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? 2-3 ചെറിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് ഇത് അവസാനിപ്പിക്കാം. ചെറിയ ടിപ്സ് പോലെ 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. ഈ നമ്മുടെ എല്ലാം വീടുകളില് കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്ന് പറയും. ഭർത്താവ് ഓഫീസിൽ നിന്ന് വരുന്നുണ്ട്, ഭാര്യയോട് ചോദിക്കുകയാണ്, ഇന്ന് ആരൊക്കെ ഫോൺ ചെയ്തു,
വൈകിട്ടത്തേക്ക് എന്തുകൊണ്ട്, വല്ലതും വാങ്ങിക്കണോ? ഇതൊരു കമ്മ്യൂണിക്കേഷൻ അല്ലേ? അതൊരു ആശയവിനിമയമാണ്, കമ്മ്യൂണിക്കേഷനാ. എന്നാൽ ഈ കമ്മ്യൂണിക്കേഷന്റെ പേര് ഹെഡ് ലെവൽ കമ്മ്യൂണിക്കേഷൻ എന്നാ. ഹെഡ് ലെവൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഫോർമേഷൻ കൊടുക്കുക, ഇൻഫോർമേഷൻ എടുക്കുക. അത് ആവശ്യമാണ്, അത് വേണ്ടാന്ന് ഞാൻ പറയത്തില്ല, അത് ആവശ്യമാണ്. എന്നാൽ ഈ ഒരു ഹെഡ് ലെവൽ കമ്മ്യൂണിക്കേഷനിൽ റിലേഷൻഷിപ്പ് ഇല്ല. അതിനകത്തൂടെ റിലേഷൻഷിപ്പ് ഉണ്ടാകത്തില്ല. കാര്യം സാധിക്കാം എന്നുള്ളതല്ലാതെ റിലേഷൻഷിപ്പ് ഉണ്ടാകത്തില്ല. ഈ റിലേഷൻഷിപ്പിൽ എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്നത് ഗട്ട് ലെവൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയമുണ്ട്. ഗട്ട് ലെവൽ എന്ന് പറഞ്ഞാൽ ഫീലിംഗ് ലെവൽ, GUT, ഗട്ട്, ഫീലിംഗ് ലെവൽ. ഈ ഫീലിംഗ് ലെവലിലുള്ള കമ്മ്യൂണിക്കേഷൻ, അത് ഇംഗ്ലീഷിൽ അറിയാലോ, ചിറ്റ് ചാറ്റ് സെഷൻ എന്നൊക്കെ പറയും, മലയാളത്തിൽ കൊച്ചു വർത്തമാനം എന്നൊക്കെ പറയും. അതായത് ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ചിരുന്ന് ചിറ്റ് ചാറ്റ് സെഷൻ, ഗട്ട് ലെവൽ കമ്മ്യൂണിക്കേഷൻ, അല്ലെ കൊച്ചു വർത്തമാനം പറയുന്ന ഒരവസ്ഥ. അങ്ങനെ കൊച്ചു വർത്തമാനം പറയുന്ന അവസ്ഥയിലാണ് ഈ സ്റ്റാഗ്നേഷനെ മാറ്റി അത് ഒരു പുതിയ എക്സൈറ്റ്മെന്റിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ അത് സഹായിക്കുന്നത്. ഈ ഗട്ട് ലെവൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അവിടെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും പറഞ്ഞേക്കരുത്, ഒരു സീരിയസ് മാറ്ററും അവിടെ ഡിസ്കസ് ചെയ്യരുത്. ലോകത്തിൽ ഒരു മനുഷ്യരുടെയും കുറ്റം ആ സമയത്ത് പറയരുത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, പിന്നെ എന്നാ പറയാനാ? ഈ നിങ്ങൾ, ഞാൻ പറയാം, ഒരു ദിവസം മിനിമം ഹാഫ് ആൻ അവർ, മിനിമം അരമണിക്കൂർ ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ചിരുന്ന് ഗട്ട് ലെവൽ കമ്മ്യൂണിക്കേഷൻ അഥവാ ചിറ്റ് സെഷൻ, അല്ലെ കൊച്ചു വർത്തമാനം പറയണം. അത് പറയുന്ന സമയത്ത് ഇത് ലൈറ്റ് ടോക്ക് ആയിരിക്കണം. ഒരു കഠിനമായിട്ടുള്ള കാര്യങ്ങളോ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളോ വഴക്കുണ്ടാകുന്ന കാര്യങ്ങളോ ഒന്നും അവിടെ ഡിസ്കസ് ചെയ്യരുത്. ഇവിടെ പ്രധാനമായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സംഗതി, ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ പലയിടത്തും ഞാൻ ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ട്. നിങ്ങളോട് ചോദിക്കല്ല, ഞാൻ ആ ചോദ്യം ഒന്ന് ആവർത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ ചോദ്യം ഞാൻ ചില ഭർത്താക്കന്മാരോട് ചോദിക്കും. 40 വർഷമായല്ലോ, 50 വർഷമായല്ലോ നിങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട്, ഇത്രയും നാളായിട്ട് നിങ്ങളുടെ ഭാര്യയിൽ നിങ്ങൾ ഏറ്റവും അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു ഗുണം ഒന്ന് പറയാനായിട്ട് പറയും. ഭാര്യയോട് ചോദിക്കും, നിങ്ങളുടെ ഭർത്താവിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു ഗുണം ഒന്ന് പറയാനായിട്ട് പറയും. അവരിങ്ങനെ തലയനക്കി കറക്കിക്കൊണ്ടിരിക്കുകയല്ലാതെ പറയാനായിട്ട് പലരെ കൊണ്ടും സാധിക്കുകയില്ല. എന്തെന്ന് വെച്ചാല് ഈ മറ്റുള്ള ആളിന്റെ സ്ട്രെങ്ത് ഐഡന്റിഫൈ ചെയ്യുക, അവരിലുള്ള ഗുണങ്ങൾ എടുത്ത് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു നേച്ചർ പലപ്പോഴും നമുക്കില്ല. ഈ ഗട്ട് ലെവൽ കമ്മ്യൂണിക്കേഷനിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാന സംഗതി, ഓരോ ദിവസവും പങ്കാളിയുടെ ഒരു നല്ല കാര്യമെങ്കിലും എടുത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അപ്രീഷിയേറ്റ് ചെയ്യണം. ഭർത്താവ് ഒന്നുമില്ലെങ്കിൽ ഭർത്താവിനോട് പറയണം, നിങ്ങൾ ഇന്ന് ഇട്ടുകൊണ്ട് പോയ ഷർട്ട് ഉണ്ടല്ലോ, ഇറ്റ് സൂട്ട്സ് യു വെരി വെൽ, നിങ്ങൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. അതൊരു അപ്രീസിയേഷനാ. ഭാര്യയോട് പറഞ്ഞു, നീ ഇന്ന് ഉണ്ടാക്കിയ ആ കൂട്ടാനുണ്ടല്ലോ, അത് നല്ല ടേസ്റ്റി ആയിരിക്കുന്നു കേട്ടോ, അതൊരു അപ്രീസിയേഷനാ. ഒരു ദിവസം ഒരു നല്ല കാര്യമെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അപ്രീഷിയേറ്റ് ചെയ്താൽ സ്റ്റാഗ്നേഷൻ മാറും, അവിടെ എക്സൈറ്റ്മെന്റ് തുടങ്ങും, അവിടെ റിലേഷൻഷിപ്പ് ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മിനിമം അരമണിക്കൂർ ഒരു ദിവസം നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഗട്ട് ലെവൽ കമ്മ്യൂണിക്കേഷൻ, കൊച്ചു വർത്തമാനം പറയാനായിട്ട് നിങ്ങൾ സമയം കണ്ടെത്തുകയാണെങ്കിൽ ലൈഫിന്റെ ബോറടിയൊക്കെ മാറും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അപ്രീഷിയേറ്റ് ചെയ്യണം, സ്ട്രെങ്ത് ഐഡന്റിഫൈ ചെയ്യണം. ഈ പ്രീമാരിറ്റൽ സെഷനൊക്കെ നടത്തുമ്പോൾ ഞാൻ പറയാറുള്ള ഒരു സംഗതിയാണ്, അതായത് വലിയ പ്രതീക്ഷയാണ് നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ പങ്കാളിയെക്കുറിച്ച് നിങ്ങൾക്കുള്ളത്. എന്നാൽ കല്യാണം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകും, പ്രതീക്ഷിച്ചതൊന്നും പങ്കാളിയിൽ ഇല്ല. പ്രതീക്ഷ വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ പ്രതീക്ഷിച്ചതെല്ലാം പങ്കാളിയിൽ കിട്ടത്തില്ല. മാക്സിമം നിങ്ങൾക്ക് കിട്ടാവുന്നത് 30%. 30% പങ്കാളിയിൽ കിട്ടിയാൽ നിങ്ങൾ ഭാഗ്യമുള്ളവരാ. സാധാരണ അത്രയും പോലും കിട്ടത്തില്ല. അപ്പൊ ഞാൻ പ്രതീക്ഷിച്ചത് എന്റെ പങ്കാളിയിൽ ഇല്ലല്ലോ എന്നോർത്ത് നിരാശപ്പെടുകയോ സങ്കടപ്പെടുകയോ
ചെയ്യാതിരിക്കാനായിട്ടാണ് ദൈവം പറഞ്ഞത് യു ക്ലീവ് ടുഗദർ എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണലി അക്സെപ്റ്റ് ഈച്ച് അതർ. ഈ അൺകണ്ടീഷണൽ അക്സെപ്റ്റൻസിനകത്തുള്ള ഒരു പ്രധാന സംഗതി എന്താന്ന് ചോദിച്ചാൽ, നിങ്ങൾ പ്രതീക്ഷിച്ചത് നിങ്ങളുടെ പങ്കാളിയിലില്ല, എന്നാൽ പ്രതീക്ഷിക്കാത്ത എത്രയോ ഗുണങ്ങൾ, എത്രയോ സ്ട്രെങ്ത് നിങ്ങളുടെ പങ്കാളിയിലുണ്ട്. യു ഗോഡ് എക്സ്പ്ലോറിംഗ് those strengths. മറ്റ് പങ്കാളിയിലുള്ള ഈ ഗുണങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. ടിൽ യുവർ ഡെത്ത് യു കണ്ടിന്യൂ എക്സ്പ്ലോറിംഗ് ഈച്ച് അതർ. ആ ഒരു എക്സ്പ്ലോറേഷൻ ആണ് ഫാമിലി ലൈഫ് എന്ന് പറയുന്നത്. ഈ ഗട്ട് ലെവൽ കമ്മ്യൂണിക്കേഷനിൽ ആ എക്സ്പ്ലോറേഷൻ ആണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യേണ്ടത്. ഒരു നല്ല വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്രീഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വലിയ വ്യത്യാസം അവിടെ ഉണ്ടാകുമെന്ന് അറിയാവോ? ബോറടി അങ്ങ് മാറും. ആ റൊട്ടീൻ രീതി അങ്ങ് മാറും. തന്നെ പിന്നെ ആവർത്തിച്ച് ബോറടിക്കുന്ന രീതിയൊക്കെ അങ്ങ് മാറും. അതുകൊണ്ട് ഈ സ്റ്റാഗ്നേഷനുള്ള ഏതെങ്കിലും ഒരു ഫാമിലി ഉണ്ടെന്ന് വരികിൽ അവര് തീർച്ചയായിട്ടും ഒരു ഗട്ട് ലെവൽ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ആരംഭിക്കണം. മറ്റൊരു ടിപ്പ് എനിക്ക് പറയാനായിട്ടുള്ളത്, ഈ സ്റ്റാഗ്നേഷൻ മാറാനായിട്ട് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന ഒരു സംഗതി എന്താന്ന് ചോദിച്ചാൽ, ഇന്റിമസി ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് നിങ്ങൾ എടുക്കണം. ഇന്റിമസി എന്ന് പറയുമ്പോൾ ഈ കല്യാണം കഴിഞ്ഞുള്ള എക്സൈറ്റ്മെന്റ് പീരീഡിൽ ഇന്റിമസി ഒക്കെ ഉണ്ടാകണമെന്ന് പറയും. എന്നാൽ ആ സമയത്ത് എക്സൈറ്റ്മെന്റ് കൊണ്ട് ആ ഇന്റിമസിയിലേക്ക് അധികം പോകത്തില്ല. പിന്നെ പേരന്റിങ് ലെവലാ വരുന്നത്. പേരന്റിങ് ലെവൽ വരുന്ന ഉടനെ കൊച്ചിലോട്ടാണ് ശ്രദ്ധ കൊടുക്കുന്നത്, കുഞ്ഞിന്റെ വളർച്ചയില്ല ശ്രദ്ധ. അവിടെയും ഇന്റിമസിക്ക് അധികം ചാൻസ് ഇല്ല. എന്നാൽ മിഡ് ലൈഫിലാണ് ഇന്റിമസി ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള നല്ല സാധ്യതയുള്ള ടൈം. അപ്പൊ മിഡ് ലൈഫില് ഈ ഇന്റിമസിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണെങ്കിൽ സ്റ്റാഗ്നേഷൻ മാറും. അപ്പൊ ഇന്റിമസി എന്ന് പറയുമ്പോൾ പല മേഖലകളുണ്ട്. അത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഒന്ന്, ഞാൻ പറയാം, ഈ ഇന്റലക്ച്വൽ ഇന്റിമസി എന്ന് പറയുന്ന ഒരു മേഖല. ഇന്റലക്ച്വലി ഇന്റിമസി ഡെവലപ്പ് ചെയ്യും. എങ്ങനെയാ ഇന്റലക്ച്വൽ ഇന്റിമസി ഉണ്ടാകുന്നത്? ഇപ്പൊ ഭർത്താവ് ഒരു ബുക്ക് വായിച്ചു. ബുക്ക് വായിച്ചേച്ച് ഭാര്യയുടെ അടുത്ത് വന്ന് പറയുക, ഇടിയോ ആ ബുക്കിൽ തേണ്ടി ഇന്ന കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഭാര്യ പറയാ, അതുകൊണ്ടേ നിങ്ങൾക്ക് കൊള്ളാം, ഞാൻ തന്നെ വേണം എന്ന് പറയുകയാണെങ്കിൽ അവിടെ ഇന്റലക്ച്വൽ ഇന്റിമസി ഇല്ല. ഞാൻ ഓർക്കുന്നു, എന്നെ ഒരിക്കൽ ഒരു ഒരു പ്രോഗ്രാമിന് ഒരു പള്ളിയിലോട്ട് ഒരു അച്ഛൻ വിളിച്ചു. എൻ്റെ ഒരു കൂട്ടുകാരൻ അച്ഛനാ. ഈ അച്ഛന് ഈ ഒരു ബുള്ളറ്റ് മോട്ടോർ ബൈക്ക് ഉണ്ട്. ഈ ബുള്ളറ്റ് ബൈക്ക് വലിയ ക്രൈസ് അച്ഛൻ. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോഴ് ഈ അച്ഛൻ ഈ ബുള്ളറ്റ് നന്നാക്കിക്കൊണ്ടിരിക്കുക. അതിന് ഏതാണ്ട് ഒരു കേട് പറ്റി. അച്ഛൻ ഇരുന്ന് ഇങ്ങനെ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ കുറച്ചു നേരം അവിടെ നിന്നു, വർത്താനമൊക്കെ പറഞ്ഞേച്ച് ഞാൻ അകത്ത് പാസനയിലോട്ട് കയറി. കുറച്ച് കഴിഞ്ഞോടനെ അച്ഛന് ഈ ബുള്ളറ്റ് ബൈക്ക് സക്സസ്ഫുള്ളി അതിന്റെ റിപ്പയറിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. എന്നോട് വന്ന് പറഞ്ഞു, ഞാനത് ശരിയാക്കി കേട്ടോ. ഞാൻ അപ്രീഷിയേറ്റ് ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞ് അടുക്കളയില് അച്ഛൻ്റെ ഭാര്യ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ചെന്നതല്ലേ, ഏതാണ്ടൊക്കെ തുറന്നു അതിനും ഇങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അച്ഛനും ഞാനും കൂടെ അടുക്കളയിലോട്ട് കയറി അടുക്കളയിലോട്ട് കയറി ചെന്നിട്ട് ഈ അച്ഛന് ഭാര്യയോട് പറഞ്ഞു, ഇടി ഞാൻ ആ ബുള്ളറ്റ് ബൈക്കിന്റെ ഇന്ന കുഴപ്പം ഉണ്ടായിരുന്നു കേട്ടോ, കേട്ടോണ്ട് ഞാൻ അത് റിപ്പയർ ചെയ്ത് കേട്ടോ. വലിയ ഒരു ഒരു സന്തോഷ ഭാവത്തിൽ, അച്ചീവ്മെന്റ് ഭാവത്തിൽ അച്ഛൻ ഭാര്യയോട് പറഞ്ഞു, ഞാൻ അത് റിപ്പയർ ചെയ്ത് കേട്ടോ. അപ്പൊ ഭാര്യ തിരിഞ്ഞോട് പറയും, ഈ അരി ഭയങ്കര വേവുള്ള അരിയാ കേട്ടോ. ഈ അച്ഛൻ പറഞ്ഞത് എന്തുവാ ഭാര്യ തിരിച്ചു പറഞ്ഞതല്ല. ഞാൻ ചെന്നപ്പോഴത്തേക്ക് വല്ലതും ഉണ്ടാകും, ഉച്ചക്ക് ഊണൊക്കെ തരണമല്ലോ, അതിനുവേണ്ടി അടുപ്പത്ത് അരി ഇട്ടിട്ട് ഇനിങ്ങ് വേകുന്നോ എന്ന് നോക്കിയിരിക്കുക അച്ഛന്റെ ഭാര്യ. അത് വേകുന്നുമില്ല. അപ്പൊ പുള്ളിക്കാരത്തിന്റെ ശ്രദ്ധ അതിലേക്കാ. അച്ഛൻ ചെന്ന് പറയുക, ഞാൻ ഈ ബുള്ളറ്റ് ബൈക്കിന്റെ ഇന്നത് റിപ്പയർ ചെയ്തു. അപ്പൊ കൊച്ചമ്മ പറയുക, ഈ അരി ഭയങ്കര വേവുള്ള അരിയാ. എവിടെയാ ഇന്റലക്ച്വൽ ഇന്റിമസി എന്ന് പറയുന്നത്? ഇന്റലക്ച്വൽ ഇന്റിമസി എന്ന് പറഞ്ഞാൽ ഒരാളുടെ അച്ചീവ്മെന്റിൽ മറ്റൊരാള് അപ്രീഷിയേറ്റ് ചെയ്ത് തുടങ്ങേണ്ടതായിട്ടുള്ള ഒരു സംഗതിയാണ്.
ഇപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞ ഉദാഹരണത്തിൽ ഒരു ബുക്ക് വായിച്ച് ഭാര്യയോട് എന്ന് പറയാ, എടാ ഇന്ന കാര്യങ്ങൾ ആ ബുക്കിനകത്തുണ്ട് കേട്ടോ, ഞാൻ അത് വായിച്ചു, നല്ല രസമാ. ഭാര്യയ്ക്ക് ഈ പറഞ്ഞ ഒന്നും മനസ്സിലായി കാണിയല്ല. എന്നാൽ തന്നെയും ഭാര്യ തിരിച്ചങ്ങോട്ട് പറയണം, അട്ടെ അത് കേട്ടിട്ട് ഒരു രസം പോലെ തോന്നുന്നുണ്ട് കേട്ടോ, എനിക്ക് പക്ഷെ ഒന്നും മനസ്സിലായില്ല, എന്നാൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പിന്നെ സമയം കിട്ടുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം, അതിനോട് പറയണം എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഇന്റലക്ച്വൽ ഇന്റിമസി വന്നു കഴിഞ്ഞു. കാരണം നമുക്ക് പലതും മനസ്സിലാകത്തില്ലെങ്കിലും ആ പറയുന്നതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്ത് കഴിയുമ്പോൾ, അതിനകത്തൊരു ഇൻട്രസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ, അവിടെ ഇന്റലക്ച്വൽ ഇന്റിമസി വന്നു കഴിഞ്ഞു. അപ്പോൾ ഒരു ഇന്റലക്ച്വൽ ഇന്റിമസി ഉണ്ടായാൽ പിന്നെ അവിടെ സ്റ്റാഗ്നേഷൻ ഇല്ല, അവിടെ ബോറടി ഇല്ല, അവിടെ എക്സൈറ്റ്മെന്റ് തുടങ്ങുകയാണ്. മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ഇമോഷണൽ ഇന്റിമസി എന്ന് പറയും. ഇമോഷണൽ ഇന്റിമസി എന്ന് പറഞ്ഞാല് നമ്മുടെ ഇമോഷൻസ് പരസ്പരം റെസ്പെക്ട് ചെയ്യുന്ന അനുഭവമാണ്. ഈ ആണുങ്ങള് പൊതുവെ ഈ ഫീലിങ്സ് സപ്രസ് ചെയ്യുന്നവരാ. ഈ പുരുഷനും സ്ത്രീയും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. പുരുഷൻ ജീവിക്കുന്നത് ഇവിടെ തലയില, സ്ത്രീ ജീവിക്കുന്നത് ഇവിടെ ഫീലിംഗ് ലെവലില. സ്ത്രീ ഫീലിംഗ് ലെവലിൽ ജീവിക്കുമ്പോൾ പുരുഷൻ ഹെഡ് ലെവലിലാണ് ജീവിക്കുന്നത്. അപ്പൊ ഈ ഹെഡ് ലെവലിൽ ജീവിക്കുന്ന പുരുഷന് ഈ ഫീലിംഗ് ലെവലിൽ ജീവിക്കുന്ന സ്ത്രീയെ വേണ്ട രീതിയിൽ മനസ്സിലാക്കി റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കാതെ വന്നാൽ അവിടെ ഇമോഷണൽ ഇന്റിമസി ഉണ്ടാകത്തില്ല. ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഗ്രഹിച്ച് സപ്രസ് ചെയ്യുന്നൊരു രീതിയാണ് ഈ സാധാരണ പുരുഷന്മാർക്ക് ഉണ്ടാകുന്നത്. ദേ ആർ മോർ സപ്രസീവ് ദാൻ എക്സ്പ്രസീവ്. അത് നമ്മുടെ കേരളത്തിലെ ഒരു പ്രത്യേക കൾച്ചറിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയതാകാം. എന്നാൽ നിങ്ങൾ ചെന്ന് ജീവിക്കുന്ന ആ സ്ഥലത്തൊക്കെ അവിടുത്തെ ആളുകള് ദേ ആർ മോർ എക്സ്പ്രസീവ്. ഈ സപ്രസീവ് അല്ല ഹെൽത്തി ആയിട്ടുള്ളത്, എക്സ്പ്രസീവാ. അത് ഏത് ഫീലിംഗ് ആണെങ്കിലും നമ്മൾ എക്സ്പ്രസ് ചെയ്തിരിക്കണം. അത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമുക്ക് ആകെ അനുവാദമുള്ളത് ഒരു ഫീലിംഗേ ഉള്ളൂ, അത് ദേഷ്യമാണ്. അതിനാരുടെ അനുവാദം വേണം? എന്നാൽ മറ്റു ഫീലിങ്സ് നമ്മൾ ഒതുക്കും, ആണുങ്ങൾ ഒതുക്കും. സങ്കടം വന്നാൽ ആണുങ്ങൾ കരയുമോ? അവരത് ഒതുക്കി ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കും. സന്തോഷം വന്നാൽ അധികം ചിരിക്കത്തൊന്നുമില്ല, ഇങ്ങനെ ഒരു ഊറിയ ചിരിയൊക്കെ ചിരിച്ച് ഇങ്ങനെ അങ്ങ് പോകും. ഭയം വന്നാല് ഏതെങ്കിലും ആണുങ്ങള് എനിക്കിപ്പോ ഭയമാ, ഞാൻ ഭയപ്പെട്ടു പോയി എന്ന് പറയുമോ? ഒരിക്കലും ഇല്ല. ഇപ്പൊ നിങ്ങൾ അങ്ങോട്ട് പോകുന്ന ഓപ്പോസിറ്റ് ഒരു വലിയ എരുമ ഇങ്ങോട്ട് വരിക എന്ന് വെച്ചു, നിങ്ങളുടെ അവിടുത്തെ കാര്യമല്ല, ഞാൻ നാട്ടെ കാര്യം പറയുന്നത്. എരുമ ഇങ്ങോട്ട് വരിക എന്ന് വെച്ചു, പേടിച്ച് നിങ്ങൾ ചാടി ഒരു മതിലിന്റെ പുറത്തോട്ട് ചാടി അങ്ങ് കയറി. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുക, എന്താ അതാ പേടിച്ചു പോയി അല്ലേ എന്ന് ചോദിച്ചാൽ എന്തോ പറയും? ഓ ഇല്ല, ഞാൻ പേടിച്ചൊന്നുമില്ല, ആ എരുമ അങ്ങ് പൊക്കോട്ടെന്നും കണ്ടുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കയറിയെന്നേ ഉള്ളൂ. വല്ലാത്ത പേടിച്ചിരിക്കുക, പക്ഷെ പേടിച്ച് സമ്മതിക്കുവോ? ഭയപ്പെട്ടെന്ന് സമ്മതിക്കുവോ? ഇല്ല. അത് ഈ പുരുഷന്മാർക്കുള്ള ഒരു പ്രത്യേകത, നമ്മുടെ ഒരു കൾച്ചർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. വി ആർ മോർ സപ്രസീവ് ദാൻ എക്സ്പ്രസീവ്. എന്നാൽ സ്ത്രീ എന്ന് പറയുന്നത് എക്സ്പ്രസീവാ, അവര് ഫീലിംഗ് ലെവലിൽ ജീവിക്കുന്നവരാ. ഈ ഫീലിങ്ങിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുകയാണെന്ന് വരികിൽ, ഫീലിങ്ങിനെ കേറ്റർ ചെയ്യുകയാണെന്ന് വരികിൽ, അവിടെ ഇമോഷണൽ ഇന്റിമസി ഉണ്ടാകും. പരസ്പര ഫീലിങ്ങിനെ റെസ്പെക്ട് ചെയ്യണം. ഭർത്താവ് ഒന്ന് ദേഷ്യപ്പെടുന്നോണ്ട്, ആ നിങ്ങൾ എപ്പോ നോക്കിയാലും ഇങ്ങനെ ദേഷ്യപ്പെട്ടോണ്ടായിരിക്കുന്നത്, ഞാൻ മടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ ആ ഫീലിങ്ങിനെ റെസ്പെക്ട് ചെയ്യല്ല. ഭർത്താവ് ദേഷ്യപ്പെടാനുള്ള അവകാശം ഭർത്താവിനുണ്ട്. അപ്പൊ ഭർത്താവ് എന്താ പറയാ, നിങ്ങൾക്ക് ദേഷ്യപ്പെട്ടു എന്ന് ഞാൻ മനസ്സിലാകും, നിങ്ങൾക്ക് ദേഷ്യപ്പെടാനുള്ള കാരണമുണ്ട്, ആ കാരണം എന്താണെന്നുള്ളത് സമയം കിട്ടുമ്പോൾ എന്നോട് പറഞ്ഞാൽ ഞാൻ കേൾക്കാം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഇമോഷണൽ ഇന്റിമസി വന്നു കഴിഞ്ഞു. അതിനെ റിജക്ട് ചെയ്യുമ്പോൾ ഇമോഷണൽ ഇന്റിമസി ഇല്ല. അപ്പോൾ ഇമോഷൻസിനെ പരസ്പരം റെസ്പെക്ട് ചെയ്യണം. മാത്രമല്ല ഏത് ഇമോഷൻ ആണെങ്കിലും എക്സ്പ്രസ് ചെയ്തിരിക്കണം. ദേഷ്യമാണെങ്കിലും എക്സ്പ്രസ് ചെയ്യണം, പക്ഷേ നോട്ട് ദ വേ യു വാണ്ട്. എക്സ്പ്രസ് ഇറ്റ് ഇൻ ആൻ അപ്രോപ്രിയേറ്റ് മാനർ. വേറെ ഒരാളെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ എക്സ്പ്രസ് ചെയ്യണം. അപ്പൊ ഏത് ഫീലിംഗ് ആണെങ്കിലും അത് എക്സ്പ്രസ് ചെയ്തിരിക്കണം. അവിടെയാണ് ഇമോഷണൽ ഇന്റിമസി ഉണ്ടാകുന്നത്. ആ ഒരാള് ഒരു ഫീലിംഗ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ
മറ്റേയാള് ആ ഫീലിങ്ങിനെ റെസ്പെക്ട് ചെയ്തിരിക്കണം. ആ മ്യൂച്വൽ റെസ്പെക്റ്റിലാണ് ഇമോഷണൽ ഇന്റിമസി ഉണ്ടാകുന്നത്. മറ്റൊരു ഇന്റിമസിയാണ് സെക്ഷുവൽ ഇന്റിമസി എന്ന് പറയുന്നത്. ഈ സെക്ഷുവൽ ഇന്റിമസി എന്ന് പറയുമ്പോൾ ഈ മിഡ് ലൈഫിലേക്ക് പ്രവേശിക്കുമ്പോൾ പലപ്പോഴും സെക്സ് ഒരു റിച്വൽ ആയിട്ട് മാറാം, ഒരു ചടങ്ങ് പോലെ ആകാം. അവിടെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാകത്തില്ല. സെക്ഷുവൽ ലൈഫിൽ ഒരു ഇന്റിമസി ഉണ്ടാകണമെങ്കിൽ അത് നമ്മൾ അറിഞ്ഞ് ആ ഇന്റിമസി വരുത്തിയെങ്കിലേ ഒക്കത്തുള്ളൂ. എങ്ങനെയാണ് അറിഞ്ഞ് ഇന്റിമസി വരുത്താൻ ഒക്കുന്നത്? സെക്ഷുവൽ ലൈഫിൽ പുരുഷനും സ്ത്രീയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പുരുഷനെ സംബന്ധിച്ച് സെക്സ് ഈസ് മോർ ഓഫ് എ ഫിസിക്കൽ ആക്ട്. സ്ത്രീയെ സംബന്ധിച്ച് സെക്സ് ഈസ് ഓഫ് ദ മൈൻഡ്. മനസ്സാണ് സ്ത്രീക്ക് സെക്സ്, ശരീരമാണ് പുരുഷന് സെക്സ്. ഈ രണ്ട് വ്യത്യാസങ്ങൾ മനസ്സിലാക്കുക, പരസ്പരം മനസ്സിലാക്കുക. മനസ്സാണ് സ്ത്രീക്ക് സെക്സ് എന്ന് വരികിൽ പുരുഷന് സെക്സ് ആവശ്യമുള്ളപ്പോഴൊക്കെ സ്ത്രീ കോപ്പറേറ്റ് ചെയ്യത്തില്ല. കാരണം മെന്റൽ പ്രിപ്പറേഷൻ അവർക്ക് ഉണ്ടാകണം. ഈ മെന്റൽ പ്രിപ്പറേഷൻ സഫീഷ്യന്റ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു സ്ത്രീക്ക് സെക്സ് ഒക്കത്തുള്ളൂ. രാവിലെ തൊട്ട് വൈകിട്ട് വരെ വഴക്കടിച്ചേച്ച് വൈകിട്ട് ചെല്ലുന്ന ഉടനെ പുരുഷന് സെക്സ് നടത്താൻ ഒരു വിഷമവുമില്ല. പക്ഷെ സ്ത്രീയെ കൊണ്ട് പറ്റത്തില്ല. ഇതിന്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ബെഡ് ടൈമിലല്ല തുടങ്ങേണ്ടത്. When the day begins, the preparation begins. The way you talk, the way you communicate, the way you support, the way you love, the way you respond, ഇതെല്ലാം പ്രിപ്പറേഷന്റെ ഭാഗമാണ്. അപ്പോൾ യുവർ എബിലിറ്റി ടു പ്രിപ്പയർ യുവർ പാർട്ട്ണർ, സഫീഷ്യന്റ് പ്രിപ്പറേഷൻസ് കൊടുക്കണം. ആ പ്രിപ്പറേഷനോട് കൂടിയുള്ള സെക്ഷൽ ലൈഫിലാണ് എക്സൈറ്റ്മെന്റ് ഉണ്ടാകുന്നത്, എൻജോയ്മെന്റ് ഉണ്ടാകുന്നത്. Sex should never become a ritual. Sex is a divine act. അതിന്റെ ഡിവിനിറ്റി നഷ്ടപ്പെടുമ്പോഴാണ്, അത് സ്റ്റാഗ്നേഷനിൽ നഷ്ടപ്പെടും. ആ ഡിവിനിറ്റി നഷ്ടപ്പെടുമ്പോഴാണ് അത് റിച്വൽ ആയിട്ട് മാറുന്നത്. റിച്വൽ ആയിട്ട് മാറുമ്പോഴാണ് അവിടെ സ്റ്റാഗ്നേഷൻ ഉണ്ടാകുന്നത്. സ്റ്റാഗ്നേഷൻ ഉണ്ടാകുമ്പോഴാണ് അവിടെ ഡിസ്റ്റൻസിങ് വരാനായിട്ട് പോകുന്നത്. മറ്റൊരു ഒരു ഇന്റിമസി വേണ്ട ഒരു ലെവലോട് ഞാൻ പറയാം, ക്രൈസിസ് ഇന്റിമസി. ക്രൈസിസ് ഇന്റിമസി എന്ന് പറയുമ്പോൾ വീട്ടിലൊക്കെ പല ക്രൈസിസുകൾ പല സമയത്തുകൾ ഉണ്ടാകാം. ഏത് വീട്ടിലും ചില ക്രൈസിസ് ഉണ്ടാകാം. ക്രൈസിസ് ഉണ്ടായ ഉടൻ പുരുഷൻ സാധാരണ എന്നാ ചെയ്യുന്നതെന്ന് അറിയാവോ? മുറിക്കകത്തോട്ട് കയറി ഇങ്ങനെ ആലോചിക്കും, എങ്ങനെയാ ഇത് പരിഹരിക്കേണ്ടേ. ഒരു സൊല്യൂഷൻ കിട്ടി കഴിയുമ്പം മുറിക്ക് വെളിയിലേക്ക് വരും. ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ സ്ത്രീയുടെ ആവശ്യം എന്നാ? ഷീ വാണ്ട്സ് ടു ടോക്ക് അബൌട്ട് ദ ക്രൈസിസ്. ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നത്തെ കുറിച്ച് സ്ത്രീക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ കേൾക്കാൻ ആരാ? ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പുരുഷന് തന്നെ ഇരുന്നൊന്ന് ആലോചിക്കണം. അപ്പൊ സ്ത്രീ എന്ന് ഇടപെട്ടാല് പുരുഷന് അത് ഡിസ്റ്റർബൻസ് ആയിട്ട് മാറും. അപ്പൊ ഈ ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ രണ്ടു പേരുടെയും നീഡ് എന്താണെന്നുള്ളത് പരസ്പരം മനസ്സിലാക്കണം. ആ നീഡിനെ റെസ്പെക്ട് ചെയ്യണം. എന്റെ ഭർത്താവിന് അല്പസമയം തന്നെ ഇരുന്ന് ഇരിക്കേണ്ട ആവശ്യമുണ്ട്. അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. എന്റെ ഭാര്യയ്ക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം. ആ പറയുന്നത് കേൾക്കേണ്ടത് എന്റെ കാര്യമാണ്. ഈ പറയുന്നതെല്ലാം സെൻസിബിൾ ആയിട്ടുള്ള സംഗതിയൊന്നും ആയിരിക്കത്തില്ല. നീ എന്താ പൊട്ടത്തരമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊരിക്കലും ചോദിക്കരുത്. കാരണം സെൻസിബിൾ അല്ലാത്തതാണെങ്കിലും പറയുക എന്നുള്ളതാണ് അവരുടെ ഒരു ആവശ്യം. ആ പറയുന്നതിനോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ പരസ്പരം നീഡ് മനസ്സിലാക്കി അതിനോട് റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ക്രൈസിസ് ഇന്റിമസി ഉണ്ടാകും. ആ ക്രൈസിസ് പീരീഡ് കഴിയുമ്പോഴത്തേക്ക് ആ ഇന്റിമസി കൂടുതൽ വളരും. ജനറേറ്റിവിറ്റി എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ അവിടെ പ്രവേശിക്കും. മറ്റൊരു ഇന്റിമസിയാണ്, അതുകൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. ആ ഇന്റിമസിയാണ് സ്പിരിച്വൽ ഇന്റിമസി എന്ന് പറയും. സ്പിരിച്വൽ ഇന്റിമസി എന്തോ ഈ സ്പിരിച്വൽ ഇന്റിമസി എന്ന് പറഞ്ഞാല്, ഈ നിങ്ങളുടെ എല്ലാം വീട്ടിൽ കുടുംബ പ്രാർത്ഥനയൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. അല്ല, ഞാനങ്ങ് അനുമാനിക്കുക ഉണ്ടെന്നുള്ളത്.
ഈ കുടുംബ പ്രാർത്ഥന വെറും ഒരു ചടങ്ങല്ലേ, ഒരു റിച്വൽ അല്ലേ? ചുമ്മാ അതൊരുമിച്ചിരുന്ന് അവര് ഇത്രയും നാൾ പ്രാക്ടീസ് ചെയ്ത് വന്നാണല്ലോ, അപ്പൊ ഒന്ന് പ്രാർത്ഥിച്ച് കിടക്കാം, അല്ലെ ഒരു മനപ്രയാസം പോലെ. ഇങ്ങനെ ചടങ്ങായി തീരുന്ന കുടുംബ പ്രാർത്ഥന വെറും റിച്വൽ എന്ന് പറയും. ആ റിച്വലിനകത്ത് സ്പിരിച്വാലിറ്റി ഒന്നുമില്ല കേട്ടോ. അതൊരു ചെറിയ റിലീജിയോസിറ്റിയുടെ ഭാഗം മാത്രമാണ്. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് പോയി അതിനകത്തുള്ള എക്സൈറ്റ്മെന്റ് എന്നാ? എന്നാൽ കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻവോൾവ്മെന്റ് അതിനകത്ത് ഉണ്ടാകണം. പ്രാർത്ഥിക്കുന്നതിന് വരുന്നതിന് മുമ്പായിട്ട് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കേണ്ടതായുള്ള വിഷയങ്ങൾ എന്തൊക്കെയാ, ഇന്ന് ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ പ്രാർത്ഥനയിൽ കൊണ്ടുവരേണ്ടത്, പരസ്പരം നിങ്ങളൊന്ന് ചർച്ച ചെയ്യണം. ഇന്ന് ഇന്ന കാര്യം നമുക്ക് ഇന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യേണ്ട ഏതൊക്കെ കാര്യങ്ങളുണ്ട്, അതൊന്ന് ഒന്ന് ചർച്ച ചെയ്യുക. അല്ലെന്നൊരു നമ്മളെ ഇന്ന് പ്രയാസപ്പെടുത്തുന്ന ഏതൊക്കെ കാര്യങ്ങളാണ്, അതൊന്ന് ചർച്ച ചെയ്യുക. എന്തിനെ കുറിച്ചൊക്കെ നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കേണ്ടത്, ഒന്ന് ചർച്ച ചെയ്യുക. അങ്ങനെ ഒരു അല്പം ഒന്ന് പരസ്പരം ഒന്ന് ഷെയർ ചെയ്തിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഒന്നിരുന്നേ. ആ പ്രാർത്ഥനയിൽ ഒരു സ്പിരിച്വാലിറ്റി നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ആ പ്രാർത്ഥനയിൽ അപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെയും ഇൻവോൾവ്മെന്റ് വരും. ഈ പ്രാർത്ഥനയിൽ ഒരു ദിവസം ഒരാൾ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കെങ്കിൽ മറ്റേ ദിവസം മറ്റേ ആൾ ഇനിഷ്യേറ്റീവ് എടുക്കണം. ഒരു ദിവസം ഭർത്താവ് ഇനിഷ്യേറ്റീവ് എടുക്കണം, മറ്റൊരു ദിവസം ഭാര്യ ഇനിഷ്യേറ്റീവ് എടുക്കണം. അപ്പൊ രണ്ടുപേരുടെ ഇൻവോൾവ്മെന്റ് അവിടെ വരും. അപ്പൊ ഈ ഫാമിലി പ്രയർ എന്ന് പറയുന്നത് റിച്വൽ ആകുന്നതിന് പകരം അതൊരു സ്പിരിച്വൽ ആയിട്ട് മാറുമ്പോൾ അവിടെ സ്പിരിച്വൽ ഇന്റിമസി ഉണ്ടാകും. ഈ സ്പിരിച്വൽ ഇന്റിമസി ഫാമിലിയിൽ ഉണ്ടായാൽ നിങ്ങൾ ചർച്ചിൽ പോകുമ്പോൾ അവിടെയും ഒരു സ്പിരിച്വൽ ഇന്റിമസി ഉണ്ടാകും. പള്ളിയിൽ പോയി തിരിച്ചു എന്തോ പള്ളിയിൽ പോയത് വരികയെന്ന് വെച്ചാൽ ചുമ്മാ പള്ളി വരെ പോയി എന്ന് പറയും. അവിടെ ഒരു ഇന്റിമസി ഒന്നുമില്ല, സ്പിരിച്വൽ ഒന്നുമില്ല. അതൊരു റിച്വലിന്റെ ഭാഗമായിട്ട് പോകുന്നു തിരിച്ചു വരുന്നു, പോകുന്നു തിരിച്ചു വരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതൊരു ബോറടിയായിട്ട് കുറെ കഴിയുമ്പോൾ മാറും. പിന്നെ പോകാനായിട്ടൊരു താല്പര്യമൊന്നും കാണത്തില്ല. അപ്പൊ ഒരു ഭവനത്തിൽ ഒരു സ്പിരിച്വൽ ഇന്റിമസി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ചർച്ചിലെ ആക്ടിവിറ്റീസിലും വർഷിപ്പിലും ഒരു റിലീജിയസ് ഇന്റിമസി ഉണ്ടാകാൻ, അല്ലെ സ്പിരിച്വൽ ഇന്റിമസി ഉണ്ടാകാനായിട്ട് സാധിക്കും. അവിടെ അപ്പൊ സ്റ്റാഗ്നേഷനെ നമുക്ക് സക്സസ്ഫുള്ളി ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോ സ്റ്റാഗ്നേഷൻ എന്ന് പറയുന്നത് മിഡിൽ ഏജില് അത് സാധാരണ ഉണ്ടാകാവുന്ന ഒരു കാര്യം തന്നെയാണ്. എല്ലായിടത്തും അത് ഉണ്ടാകണമെന്നില്ല. പലയിടത്തും ജനറേറ്റിവിറ്റി തന്നെ കണ്ടിന്യൂ ചെയ്യും. പേർപ്പസ് ഇനിയും കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട് എന്നുള്ള ബോധത്തോടുകൂടി പേർപ്പസ്ഫുൾ ലൈഫ് ലീഡ് ചെയ്യും. എന്നാൽ പല ഭവനങ്ങളിലും തനി ആവർത്തനമായിട്ട് ബോറടി ഫീൽ ചെയ്യും. അങ്ങനെ ബോറടിക്കുന്ന ഭവനങ്ങളാണ് സ്റ്റാഗ്നേറ്റഡ് ആകുന്നത്. ഇനി വാട്ട് ഈസ് ദാറ്റ്, ഇനി കുറേ സമയം ഇങ്ങനെ അങ്ങനെ തള്ളി നീക്കിയാൽ മതി എന്നെപ്പോ ചിന്തിക്കുന്നോ അപ്പോൾ സ്റ്റാഗ്നേഷൻ ആണ്. നത്തിങ് മോർ ടു അക്കംപ്ലിഷ് എന്ന് ചിന്തിക്കുമ്പോൾ അത് സ്റ്റാഗ്നേഷൻ ആണ്. അങ്ങനെയുള്ള ഒരു സ്റ്റാഗ്നേറ്റഡ് ലൈഫിൽ കാര്യങ്ങൾ ചെയ്യുന്നതിനകത്ത് ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല. സെക്ഷുവൽ ലൈഫിൽ ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല. സ്പിരിച്വൽ ലൈഫിൽ ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല. റിലേഷൻഷിപ്പിൽ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാകത്തില്ല. അപ്പോൾ അവിടെ ഡിസ്റ്റൻസിങ് തുടങ്ങും. ഡിസ്റ്റൻസിങ് തുടങ്ങുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, പലപ്പോഴും എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലേക്ക് പോകാൻ സാധ്യതകൾ ഉണ്ടാകും എന്നേ ഞാൻ പറഞ്ഞുള്ളൂ, പോകണമെന്നല്ല. അങ്ങനെയുള്ള സാധ്യതകൾ ഉണ്ടാകാം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ മിഡ് ലൈഫ് ക്രൈസിസിന്റെ ഭാഗമായിട്ട്, അതിന്റെ മിഡ് ലൈഫ് സ്റ്റാഗ്നേഷന്റെ ഭാഗമായിട്ട് നമുക്കുണ്ടാകാം. ഇതിനെ കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടാകാനാണ് ഈ ക്ലാസ് ഇന്ന് എടുത്തത്. അതിനെ എങ്ങനെ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാം എന്നുള്ള ചില ടിപ്സ് ഞാൻ പറഞ്ഞു. ഒന്നാമത് ഞാൻ പറഞ്ഞത് ഒരു ഗട്ട് ലെവൽ കമ്മ്യൂണിക്കേഷൻ. ഒരു ദിവസം മിനിമം അരമണിക്കൂറെങ്കിലും ഒരുമിച്ചിരുന്ന് കൊച്ചു വർത്തമാനം പറയണം. ഒരു സീരിയസ് മാറ്ററോട് പറയരുത്. ലൈറ്റ് ടോക്ക്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഒരു കാര്യമെങ്കിലും എടുത്ത് അപ്രീഷിയേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് ഒരു ഇന്റിമസി ഡെവലപ്പ് ചെയ്യുമ്പോൾ സ്റ്റാഗ്നേഷൻ മാറും. ഇന്റിമസി എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്? സ്പിരിച്വൽ ഇന്റിമസി ഉണ്ടാകണം,
ഇന്റലക്ച്വൽ ഇന്റിമസി ഉണ്ടാകണം, ക്രൈസിസ് ഇന്റിമസി ഉണ്ടാകണം, സെക്ഷുവൽ ഇന്റിമസി ഉണ്ടാകണം, ഇമോഷണൽ ഇന്റിമസി ഉണ്ടാകണം. ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞാൻ പറയും. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ ഒക്കുന്നതായിട്ടുള്ള സംഗതികളാണ്. അഥവാ ഇത് ചെയ്യാൻ ഒക്കാതെ വന്നാൽ അതിന്റെ ഒരർത്ഥം കൂടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ ഒക്കാതെ വന്നാൽ എവിടെയോ ചില തകരാറ്. ആ തകരാറെന്ന് പറയുന്നത് പങ്കാളിയിൽ എവിടെയോ ഒരു പേഴ്സണാലിറ്റി ഡിസ്ഓർഡർ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ട്. പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു വ്യക്തിയിൽ ഈ ഇന്റിമസി ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല. ഏത് എഫേർട്ട് എടുത്താലും ഈ ഇന്റിമസി ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഒരു ഡിസോർഡർ ഉള്ളിടത്ത് നിങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ ജനറേറ്റിവിറ്റി നടക്കുകയില്ല, സ്റ്റാഗ്നേഷൻ ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഡിസോർഡർ ഏതെങ്കിലും പങ്കാളിയിൽ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ എത്ര ശ്രമിച്ചാലും നടക്കുകയില്ല. അത് നടക്കണമെന്ന് വരികിൽ ആ ഡിസോർഡർ മാറ്റാനായിട്ടുള്ള ശ്രമം ചെയ്തെങ്കിലേ ഒക്കത്തുള്ളൂ. പിന്നാണ് അവിടെ ഈ ജനറേറ്റിവിറ്റി ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ട് ഫാമിലി ലൈഫിന്റെ പല പടികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ ലൈഫിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പടിയായിട്ടുള്ള മിഡ് ലൈഫ് ആ ഏരിയയെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഇത്രയും നേരം പറഞ്ഞത് ഏകദേശമൊക്കെ എങ്കിലും നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്ന് വരികിൽ ചോദിക്കാനായിട്ട് ഇപ്പോൾ ഒരു അല്പസമയം തരികയാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ചോദിക്കാം.